വെൽക്കം ബാക്ക് ടു വീഡിയോ വൺസ് അഗൈൻ. ഇന്ന് നമ്മളോടൊപ്പം ശ്രീ കെ ആർ നന്ദകുമാറാണ്. ഞാൻ ആദ്യം പറയുകയും ചെയ്തു, ഹീസ് എ പേഴ്സൺ വിത്ത് മാജിക്കൽ ഫിംഗേഴ്സ്. അതുപോലെ വേദനകൾ, ഏതെങ്കിലും രീതിയിലുള്ള വേദനകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിച്ച് അതിനുള്ള ഉത്തരം ഇവിടെ സാർ നൽകുന്നതായിരിക്കും. വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, 052961133. അതുപോലെ SMS അയച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ്. SMS അയക്കുന്ന നമ്പർ ഇസ് 3537 ആൻഡ് ദ ഫോമാറ്റ് ഇസ് NTV എന്ന് ആദ്യം ടൈപ്പ് ചെയ്യാൻ നിങ്ങളുടെ ചോദ്യം ചോദിക്കുക, നിങ്ങളുടെ പേരും വെക്കുക. ഓൾറൈറ്റ് സർ. അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് സാർ പറഞ്ഞിരുന്നു കാർപ്പൽ ടണൽ സിൻഡ്രോമിൽ. അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഓർത്തോപെഡിക് ആൻഡ് ന്യൂറോ മസ്കുലർ ഡിസോർഡേഴ്സിന് വേണ്ടിയാണ്. അപ്പം നമ്മളിപ്പം ഇരിക്കുമ്പോൾ ഇപ്പം ഡിസ്കിന് പലർക്കും പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇരിക്കുമ്പം നമ്മളുടെ പൊസിഷൻ അല്ലെങ്കിൽ പോസ്ചർ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ ഡിസ്കിന് പ്രോബ്ലം വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ ഡിസ്ക് പ്രോബ്ലംസ് മിക്കവാറും വരുന്നത് നമ്മുടെ പൊസിഷൻ മാറിയിട്ടാണ്. പൊസിഷൻ മാറുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഇരിക്കുമ്പോൾ ബാക്ക്, ലോവർ ബാക്ക് കസേരയുടെ ബാക്കിൽ മുട്ടണം. അങ്ങനെ ആരും ഇരിക്കാറില്ല. അതിരുന്ന് ശീലിച്ചു കഴിഞ്ഞാൽ ബോഡി വെയിറ്റ് ഈക്വലായിട്ട് പോകും. ഈക്വലായിട്ട് പോയി കഴിയുമ്പോൾ സ്പൈനിലേക്ക് വെയിറ്റ് വരില്ല. സ്പൈനിലേക്ക് വെയിറ്റ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വളഞ്ഞു പോകും. ഈ കൂനി ഇരിക്കുമ്പോൾ സ്പൈനിലേക്ക് സ്ട്രെയിൻ വരും. ആ സ്ട്രെയിൻ എല്ലാ ഭാഗത്തേക്കും പ്രശ്നം ഉണ്ടാകും. അതിരിക്കുന്നത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എല്ലാ ഓഫീസിലെ ജോലി ചെയ്യുന്നവരുടെയും ചെയറൊക്കെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും, പക്ഷെ ആരും ബാക്കിലേക്ക് മുട്ടിയിരിക്കാറില്ല, പകരം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഓക്കെ. അതുപോലെ എനിക്കൊന്ന് സാർ, ഇപ്പം നമ്മൾ ഇരിക്കുമ്പോൾ ഈ ചെയർ എനിക്കൊന്ന് ഫുൾ ബാക്ക് സപ്പോർട്ട് ഉള്ള ഒരു ചെയർ ആയിരിക്കും എപ്പോഴും നല്ലത്. ബാക്ക് വേണമെന്നില്ല, ലോവർ ബാക്ക് കമ്പൽസറി മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തെറ്റാണ്. അതെ, എനിക്കും ഉണ്ട്. അതെ, ഞാനൊരു ഡിസ്ക് പ്രോബ്ലം ഉള്ളൊരു പേഷ്യന്റ് ആണ്. ഓക്കെ, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. യെസ്, ടിവിയുടെ വോളിയം കുറച്ചിട്ട് സംസാരിക്കണം. ആരാ വിളിക്കുന്നേ? ഓക്കെ ബീന, ടിവിയുടെ വോളിയം കുറച്ചിട്ട് സംസാരിക്കുവോ? യെസ്, സാറിനോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ. യെസ്, അല്ല, ഐ തിങ്ക് ലൈനിലുണ്ട്. ഹലോ. എത്ര കാലമായിട്ടുണ്ട്? ഓക്കെ ഓക്കെ, അത് നമുക്ക് മാറ്റാവുന്നതാണ്. ഞാൻ അവിടെ വരുമ്പോഴൊന്ന് കാണാം. വെള്ളിയാഴ്ച ഞാൻ അബുദാബിയിൽ വരുന്നുണ്ട്. അബുദാബിയിൽ വരുന്ന നമ്പർ എവിടെയാണെന്ന് ഞാൻ ഇത് കഴിയുമ്പോൾ തൈറോയിഡിന് ഞാനൊന്നും ചെയ്യുന്നില്ല. തൈറോയിഡ്, ഷുഗർ, പ്രഷർ ഒന്നും ചെയ്യുന്നില്ല. കാരണം അതിനേക്കാൾ കൂടുതൽ വേദനയാണ് ആളുകൾക്കുള്ളത്, മാറാത്തത്. അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു ബീന ഫോർ കോളിംഗ്. ഓൾറൈറ്റ്. അപ്പം നമ്മുടെ ചികിത്സാ രീതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു ചികിത്സ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാം. അതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം എൻ്റെ ചികിത്സയിൽ ബയോ ഇലക്ട്രിക് സർക്യൂട്ട് കറക്ഷൻ എന്ന ഈ ബെക്ക് തെറാപ്പിയിൽ രോഗത്തിൻ്റെ ലക്ഷണത്തിനല്ല ചികിത്സിക്കുന്നത്, രോഗത്തിൻ്റെ മൂല കാരണം കണ്ടെത്തി അതിനെ കറക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ തൊട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ അതിൻ്റെ വ്യത്യാസം അറിയാം. 10 മിനിറ്റൊന്നും ചില കേസുകൾക്ക് വേണ്ട. ഞാൻ തൊടുന്ന ഉടനെ തന്നെ കൈയിൻ്റെ ചില ഭാഗങ്ങളിൽ തൊടുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ പല ഭാഗങ്ങളും ഫ്രീ ആയി വരുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും. കാരണം റൂട്ട് കോസിനെ മാറ്റുകയാണ്. നമ്മുടെ ചികിത്സാ രീതികളിൽ ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആണ്. നമ്മുടെ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സക്കാരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലോകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് എൻ്റെ ഒരു ചിന്താമണ്ഡലത്തിൽ ഞാൻ കണ്ടെത്തിയ ഒരു സാധനമാണ്, റിസൾട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് എത്താൻ എൻ്റെ ആ ഫ്രണ്ട് വിളിക്കാൻ കാരണം. അദ്ദേഹത്തിൻ്റെ വൈഫിന് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു, കയ്യൊന്നും നടക്കാൻ പറ്റാതെ ഒരു സുഖമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ് സർ. ഹലോ, നമസ്കാരം. യെസ്, ആരാ സംസാരിക്കുന്നേ? ബീന. ഇപ്പം വിളിച്ചിരുന്നോ? ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ. ഹലോ, ബീന എവിടെ നിന്നാണ്? ഓക്കെ, എന്താണ് പ്രശ്നം? എത്ര വയസ്സായി? അതെയോ, അത് കുഴപ്പമില്ല. അവിടെ എന്നെ വന്ന് കാണാൻ പറയൂ. ഞാൻ ചെമ്പുക്കാവിലാണുള്ളത്. നിങ്ങൾ എവിടെയാണ് നാട്ടില്?
തൃപ്രയാർ. അപ്പൊ തൃശ്ശൂർ ജില്ല തന്നെയാണല്ലോ. അതെ അതെ. അപ്പൊ ഇത് കഴിയുമ്പോൾ ഇവര് നമ്പർ തരും, ആ നമ്പറിലേക്ക് വിളിക്കുക. അപ്പൊ ഞാൻ തൃശ്ശൂർ ഉണ്ടാവുന്ന ടൈം പറയാം. ആ നാട്ടിലേക്ക് ഡോക്ടർ എന്നാ പോവാനി? ഞാൻ ഈ 15-ാം തീയതി പോവും. ഞാനിപ്പോ ഇവർക്ക് വേണ്ടി വന്നതാണല്ലോ. ആ ആ. ശരി. അപ്പൊ നാട്ടിലത്തെ നമ്പർ ഡോക്ടർ തരുമോ? യെസ് യെസ് തരുന്നതായിരിക്കും. ഇവിടെ ഞങ്ങൾ അവസാനം സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്യും, ഞാൻ പറയുകയും ചെയ്യും. അപ്പം പ്രോഗ്രാം ലാസ്റ്റ് വരെ കാണൂ. ഓക്കെ. ആ ശരി. ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ്. യെസ്, അപ്പം നമ്മൾ കുട്ടികളിലേക്ക് വരികയായിരുന്നു. അപ്പം നമ്മൾ കോളർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ആസ്മ, ശ്വാസം മുട്ടൽ. അപ്പം കോൾഡ് ഇവിടെ പല കുട്ടികൾക്കും കോൾഡ് മാറാത്ത കോൾഡാണ്. അപ്പം അത് അലർജിയിലേക്ക് മാറുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. കോൾഡ് അലർജിയൊക്കെ വരുന്നതിന്റെ പ്രധാന കാരണം ഇത് ഞാൻ എൻ്റെ ഈ ചികിത്സ തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് കണ്ടെത്തിയൊരു വിദ്യയാണ്. വിദ്യ എന്ന് പറയാം, ഒരു തരം വിദ്യ തന്നെയാണത്. കാരണം നഖം വെട്ടുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ കുട്ടികൾക്ക് സ്ഥിരമായി കോൾഡുള്ള അമ്മമാർക്കറിയാം, കുട്ടികളുടെ നഖം വെട്ടിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവർക്ക് കോൾഡും ചുമയായിരിക്കും. ഒരു 4-5 ദിവസം കഴിയുമ്പോൾ അത് കുറയും. അതിനിടയിൽ നിങ്ങൾ ആൻറ്റിബയോട്ടിക്സും മറ്റേതെല്ലാം കൊടുത്തു കഴിയുമ്പോഴാണ് കുറയുന്നതെന്ന് വിചാരിക്കും. കുട്ടി ശാന്തമാകും. അത് കഴിഞ്ഞ് പിന്നെയും നെക്സ്റ്റ് വീക്ക് നിങ്ങൾ നഖം വെട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വീണ്ടും തുടങ്ങും. അപ്പോൾ നിങ്ങൾ പറയുക എന്താണ്, എൻ്റെ കുട്ടിക്ക് എന്നും കോൾഡാണ്. ഇതിൻ്റെ കാരണം നഖം വെട്ടുന്നതിൽ നമ്മൾ ചെറിയൊരു ശ്രദ്ധ ചെയ്താൽ ആ കോൾഡ് ഉണ്ടാകുന്നത് പൂർണ്ണമായും മാറും. ഇപ്പോൾ കോൾഡുള്ള കുട്ടികൾ ഇപ്പോൾ ഈ ടി വിയിലെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സർ നമുക്ക് അതിലേക്ക് ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. ഹലോ നമസ്കാരം. പേര് പറയൂ. ഞാൻ ശശികലയാണ് ഷാർജയിൽ. ആ ചോദിച്ചോളൂ, സാറിനോട് ചോദിച്ചോളൂ. എന്താണ് ശശികല, പറയൂ. സാർ നമസ്കാരം. നമസ്കാരം. സാർ വേരിക്കോസ് വെയിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ? വെരിക്കോസ് വെയിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ സമയമെടുക്കുന്ന ചികിത്സയാണ്. ഇതിനേക്കാളും കൂടുതൽ സമയമെടുക്കും. ചെയ്യാലോ? ആ, എത്ര നാളായിട്ടുണ്ട്? അത് ഡെലിവറി സമയത്താണ്, പ്രഗ്നൻസി സ്റ്റേജിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ? ഇനി കൂടി വരികയാണ്. ഇപ്പൊ ഡോക്ടറെ കണ്ടപ്പോ ഒരു സോക്സ് ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇല്ല, ആ സോക്സ് ഇടുന്ന ശൈലി തെറ്റാണ് ശശികല. സോക്സ് എങ്ങനെയാണ് നിങ്ങൾ ഇടാറ്, എപ്പോഴാണ് ഇടാറുള്ളത്? അതിപ്പോ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അത് ഇട്ട് കഴിഞ്ഞാൽ ചൂടെടുക്കല. അതെ, ബോഡി ഭയങ്കര ഹീറ്റ് ആവും. അല്ല, അത് ഇടുന്നതിന്റെ ശൈലി തെറ്റാണ്, അതുകൊണ്ടാണ് കുറയാത്തത്. എങ്ങനെയാണ് അത് ഇടാറുള്ളത്, ഏത് സമയത്താണ്? അത് ആദ്യ സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള. ഇപ്പൊ അതെ, അല്ല, അത് ഉപയോഗിച്ചിരുന്ന ശൈലി ഒന്ന് പറയൂ, എങ്ങനെയാണ് ഇട്ടിരുന്നത്? അത് സോക്സ് പോലെയാണല്ലോ. അതെ, അത് ഏത് സമയത്താണ് ഉപയോഗിക്കുന്നത്? മനസ്സിലായി. അത് ഏത് സമയത്താണ് ഇടാറുള്ളത്? നിൽക്കുമ്പോ. അത് ഇടുന്നതിന് മുന്നേ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നില്ല? അതെ, അതിന് മുൻപ് എന്ത് ചെയ്യണമെന്നറിയോ? സോക്സ് വീട്ടിലുണ്ടല്ലോ? ഉണ്ട്. ആദ്യം തന്നെ കാല് മുകളിലേക്ക് ഉയർത്തി വെച്ച് കുറച്ചു നേരം കിടക്കുക. അങ്ങനെ കിടക്കുമ്പോ ഈ വെയിനൊക്കെ താന്നു പോകാറില്ലേ? അതിന് ശേഷം വേണം ആ സോക്സ് ഇടാൻ. അതല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം കാലം അങ്ങനെ ഉയർത്തി വെച്ച് ആ വെയിനൊക്കെ താന്നു പോയി കഴിഞ്ഞ് ആ സമയത്ത് സോക്സ് ഇട്ടാലേ അതിന് ഗുണമുള്ളൂ. അങ്ങനെ ഇട്ട് നോക്കൂ. പിന്നെ ഇതിൽ അവസാനം എൻ്റെ നമ്പർ കാണും, അതിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ഷാർജയിൽ തന്നെയാണ്. ഷാർജയിൽ എവിടെയാണ്? മൈസലൂണിൽ അല്ലേ? ഞാൻ റോള അടുത്താണ് താമസിക്കുന്നത്. എന്തായാലും ഇത് കഴിയുമ്പോൾ ഒരു നമ്പർ തരും. പ്രോഗ്രാം കഴിയുന്നവരെ കാണും കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്റെ മകന് ഇപ്പൊ 19 വയസ്സായ മകനാണ്. ആ കൊച്ചിന് സ്കോളിയോസിസ്. അതിന് എന്ന് മുതൽ തുടങ്ങിയതോ? അതിപ്പോ ഞങ്ങള് 2 കൊല്ലമായിട്ടുള്ളൂ മനസ്സിലാക്കിയിട്ട്. അത് മനസ്സിലാക്കി. ഇതിന്റെ കാരണം നിങ്ങൾക്ക് അറിയോ എങ്ങനെ ഉണ്ടായതാണെന്ന്? അത് ഒരു റീസൺ ഡോക്ടേഴ്സ് പറയുന്നില്ല. ഞാൻ പറഞ്ഞു തരാം. ഏത് സൈഡിലേക്കാ വളവ്? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? രണ്ട് സൈഡിലേക്കും ഉണ്ട്, റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. ഏത് സൈഡിലേക്കാ കൂടുതൽ? റൈറ്റ് സൈഡിലേക്ക് കൂടുതൽ. അതിന്റെ കാരണം ഒരു സ്കൂളിൽ പോകുമ്പോൾ ഒരു സൈഡിൽ മാത്രം ബാഗ് ഇട്ട് നടക്കുമ്പോൾ വരുന്നതാണ്. അതെ, 2 വള്ളിയുള്ളത് ഇപ്പോഴല്ലേ ഇട്ട് തുടങ്ങിയുള്ളൂ? ചെറുപ്പത്തിലോ? അതെയാ, സാധാരണ നിലയ്ക്ക് അങ്ങനെയാണ് വരാറുള്ളത്. നോക്കാം, നമുക്കൊന്ന് കാണാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ അത് ശരിയാവും, സമയമെടുക്കും. കുട്ടികൾ
സാറ് ശരിയാക്കാൻ പറ്റും ശരിയാക്കിയിട്ടുള്ളതാണ്, ശരിയാക്കുന്നതാണ്. ഇപ്പൊ വേദനയുണ്ടോ അവന്? ഇപ്പൊ ഒന്നുമില്ല, സ്ട്രൈറ്റ് ആണ്, വളവൊന്നുമില്ല. പക്ഷെ നട്ടെല്ല് വളഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? നട്ടെല്ല് വളവാണ്. ബാക്കിൽ ഒരു സൈഡില് മാത്രം, റൈറ്റ് സൈഡിൽ മാത്രം ചെറുതായിട്ടൊന്ന് എല്ല് പൊന്നിയ സൈസ്. അത് തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞത്. ഇവര് വെയിറ്റ് കൂടുതൽ ഒരു സൈഡിലേക്ക് ഇട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ബെൻഡായി നടക്കും. കുട്ടികളിൽ അങ്ങനെയാണ്, ചെറുപ്പത്തിൽ വളരുന്ന സമയത്ത് അങ്ങനെ വന്നിട്ടാണ് കുട്ടികളിൽ ഉണ്ടാവുന്നത്. ഒരു വളവ് 45% അബവ് ഉണ്ടോ, അല്ലെങ്കിൽ 56% അബവ് ഉണ്ടോ? അതൊന്നും കുഴപ്പമില്ല, നമുക്ക് കാണാമത്. ഒന്ന് വിളിക്കൂ കേട്ടോ, അത് കഴിയുമ്പോൾ പ്രോഗ്രാം കഴിയുന്നവരായിരിക്കും. ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ്. ഓൾറൈറ്റ്. അപ്പം സർ ഇതുപോലത്തെ പ്രശ്നങ്ങൾ, ഇത് എനിക്ക് ഹെവി ബാഗ് ഒരു സൈഡിലേക്ക് മാത്രം ഇട്ട് കഴിയുമ്പോൾ കുട്ടികളെ ഡെവലപ്മെന്റ് പീരീഡ് അല്ലേ, അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ നട്ടലിന് ഇങ്ങനെ വളവ് വരും. ആ വളവ് സ്ഥിരമായി നിൽക്കും. ആ കുട്ടി പറയില്ല. കുട്ടികളെ, പെൺകുട്ടികൾക്കാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. കാരണം അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. അമ്മമാര് പ്രായമായി കഴിഞ്ഞാൽ അവർ കുട്ടികളെ കുളിപ്പിക്കൽ നിർത്തി കഴിയുമ്പോൾ അറിയുന്നില്ല. കുറെ വലുതായി നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഡോക്ടർ എക്സ്റേ എടുക്കുമ്പോഴേ അത് കാണുന്നുള്ളൂ. അപ്പോഴേക്കും നല്ല ഷേപ്പായി കഴിഞ്ഞിട്ടുണ്ടാവും. അതൊന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളിലെ കോൾഡിനെ കുറിച്ച് പറഞ്ഞു. നഖം വെട്ടുന്നത് കോൾഡുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. നഖം വെട്ടുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികളുടെയും വലിയവരുടെയും കോൾഡ് പൂർണ്ണമായും മാറും. അതിന് പ്രത്യേക മരുന്നുകളൊന്നും വേണ്ട. നഖം വെട്ടിയതിൻ്റെ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അന്ന് രാത്രി മുതലായിരിക്കും ഈ കോൾഡ് തുടങ്ങുന്നത്. സ്ഥിരം കോൾഡ് എന്ന് പറയുന്നവർ നഖം വെട്ടുമ്പോൾ നിങ്ങളുടെ മോതിര വിരലിൻ്റെ നഖം വെട്ടുന്നതിൽ ശ്രദ്ധിച്ചാൽ ഈ വേദന മാറുന്നതാണ്. മോതിര വിരലിൻ്റെ നഖം ഉണ്ടല്ലോ, നിങ്ങളുടെ നഖത്തിൻ്റെ ഈ എഡ്ജ് ഉള്ളിലേക്ക് ആക്കി വെട്ടരുത്. എഡ്ജ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത പോലെ നിൽക്കുകയാണെങ്കിൽ ഈ കോൾഡ് മാറില്ല. അപ്പം മോതിര വിരലിൻ്റെ നഖം വെട്ടുമ്പോൾ എപ്പോഴും ഫയൽ ചെയ്യുക. ഫയൽ ചെയ്താൽ അത് കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇപ്പോൾ കോൾഡുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലെ ചൂടുവെള്ളം എടുക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളം എടുക്കുക. എന്നിട്ട് കോൾഡും ശ്വാസം മുട്ട്, ചുമ ഇതെല്ലാം തുടർച്ചയായിട്ടുള്ള കുട്ടികളുടെ അമ്മമാർ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ, കുട്ടികളുടെ കയ്യിലെ വിരൽ ഒരു ഗ്ലാസ്സിലെ വെള്ളം ഇങ്ങനെ എടുത്ത് ഇതിലേക്ക് ഈ രണ്ട് വിരലുകൾ, തള്ളവിരലും മോതിര വിരലും, മനസ്സിലായോ? ഈ വിരൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ വിരൽ അതാണ് കാണുന്നുണ്ടല്ലോ, ഇത് തള്ളവിരല്. ഇത് രണ്ടും വെള്ളത്തിലേക്ക് ഇങ്ങനെ മുക്കുക, ഇങ്ങനെ മുക്കുക, എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം, റിംഗ് ഫിംഗറും തമ്പും കൂടെ ചൂടാറുന്നത് വരെ ഇങ്ങനെ എടുക്കുക. ആ കോൾഡ് മാറും. ദിവസവും 2 നേരം ചെയ്യുക. ഇപ്പോൾ ചെയ്ത് നോക്കിക്കോളൂ. രാത്രിയും കാലത്തും ചെയ്യുക. അടുത്ത പ്രാവശ്യം നഖം വെട്ടുന്നതിന് മുൻപ് വരെ എല്ലാ ദിവസവും ചെയ്യുക. നെക്സ്റ്റ് ടൈം നഖം വെട്ടുമ്പോൾ അതിന്റെ നഖം കറക്റ്റ് ചെയ്യുക. സ്ഥിരമായ തലവേദനയും ഇതുകൊണ്ട് മാറുന്നതാണ്. വേറെ മരുന്നൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ് സർ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. യെസ്, ആരാ സംസാരിക്കുന്നേ? വനജ, സംസാരിച്ചോളൂ. എന്താണ് വനജ, പറയൂ. പറഞ്ഞോളൂ. എനിക്ക് ശരീരം മുഴുവനും കുറെ വർഷങ്ങളായിട്ട് പെയിനാണ്. എനിക്ക് ബാക്ക് പെയിൻ ആയിരുന്നു ആദ്യം. അപ്പൊ ഇപ്പൊ അത് കാലിനോട്ടായിട്ട് ഓൾ മസിൽസ് ഫുൾ പെയിൻ ആണ്. ആർത്രൈറ്റിസ് ആണോ ഫൈബ്രോമയാൽജിയ ആണോ എന്താണെന്ന് എനിക്കറിയില്ല. ഫുൾ ബോഡി പെയിൻ ആണ്. ഇപ്പൊ എന്തെങ്കിലും ചികിത്സ ചെയ്യുന്നുണ്ടോ? ഇപ്പം ഒരു ഫൈബ്രോമയാൽജിക്കുള്ള ഒരു ന്യൂറോ ഡോക്ടറെ കാണുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അത് എങ്ങനെ, എന്താ പേര് പറഞ്ഞേ? വനജ. വനജ എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക? ഞാൻ 15-ാം തീയതി പോകും. അതിന് മുമ്പ് ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ ഷാർജയിലാണുള്ളത്. ഷാർജയില് റോളയിലാണ്. ഈ നമ്പർ ഇത് കഴിയുമ്പോൾ ഇവർ തരും. ആ നമ്പറിൽ ഒന്ന് എന്നെ വിളിക്കുക. ഒരു 3 ദിവസമെങ്കിലും നമുക്ക് കാണാൻ പറ്റിയാൽ അത് നല്ല വ്യത്യാസം വരും. നാട്ടില് തൃശ്ശൂരാണ്. അത് ഇവരോട് ചോദിച്ചു. അതെ, ആ നമ്പർ ഞങ്ങൾ പറയുന്നതായിരിക്കും മനജ. ഓക്കെ, അതിനിടയിൽ കാണുകയാണെങ്കിൽ ഇവിടെ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ചെയ്യാം. അവിടെ നാട്ടിലെവിടെയാണ്? ഓക്കെ ഓക്കെ, വിളിച്ചതിൽ നന്ദി. ബൈ ബൈ. ബൈ. ഓൾറൈറ്റ് ഡോക്ടർ, നമുക്കൊരു ബ്രേക്കിന്റെ സമയമായിരിക്കാണ് വീണ്ടും.
വീഡിയോയിൽ വീണ്ടും ഒരു ബ്രേക്കാണ്. ബ്രേക്ക് കഴിഞ്ഞ് നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച്, ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച്, അതായത് ബയോ ഇലക്ട്രിക് കറണ്ട്, സർക്യൂട്ട് കറണ്ടിനെ കുറിച്ച് ചോദിച്ചറിയാം. അപ്പം സീ യു ഓൾ ആഫ്റ്റർ വെരി ഷോർട്ട് ബ്രേക്ക്. അടുത്ത സാറ്റർഡേ സ്കൂളാണ്. Oh, good. പക്ഷെ മമ്മി വന്നാ മതി, പപ്പ വന്ന എന്റെ ഫ്രണ്ട്സ് കളയാക്കും. Bring back the happiness in your life. Gulf Gate Hair Fixing. Look natural. Feel natural. Hey, what you want to have today? Spanish? Spanish omelette? Italian? Indian? Arabic? Chinese? Chefline non-stick cookware for the world's best chef. You. ഒരിക്കൽ കൂടി വീഡിയോത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ശ്രീ KR നന്ദകുമാറാണ്. ബയോ ഇലക്ട്രിക് സർക്യൂട്ട് കറണ്ട് ചികിത്സാ രീതി, അതിനെക്കുറിച്ചാണ് ഇന്ന് സാർ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും വിളിക്കുക. ഒരിക്കൽ കൂടി വിളിക്കുന്ന നമ്പർ 0529611333. അതുപോലെ സാർ, ബ്രേക്കിന് പോകുന്നതിന് മുമ്പായിട്ട് സാർ പറഞ്ഞു, ഇങ്ങനെ കുട്ടികൾക്ക് കോൾഡ് ഉണ്ടെങ്കിൽ ഈ ഒരു വീട്ടിൽ തന്നെ ചെയ്യാമെന്ന്. എല്ലാവർക്കും ചെയ്യാം. നല്ലൊരു ശ്രദ്ധിക്കുക. ഇപ്പൊ കോൾഡ് ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുതിർത്തതിന് ശേഷം കൈയിന്റെ നഖത്തിന്റെ ഈ എഡ്ജിനെ പൊന്തിക്കണം, ഇങ്ങനെ കൈ വെച്ചിട്ട്. മനസ്സിലായി കാണുന്നു വിചാരിക്കണം. നഖത്തിന്റെ ഈ കോർണർ അകത്തേക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിരിക്കുന്നതിനെ പൊന്തിക്കുക പതുക്കെ. കുതിർത്തിയതിന് ശേഷം പൊന്തിച്ചാൽ ആ കോൾഡ് മാറും. സ്ഥിരമായി അത് ചെയ്തു കഴിഞ്ഞാൽ കോൾഡ് പൂർണ്ണമായി മാറും. 10 കൊല്ലമായിട്ട് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചികിത്സാ രീതി 6 കൊല്ലമെങ്കിലും അതിന് മുന്നേ കണ്ടെത്തിയ ഒരു സംഭവമാണത്. ഇതിനൊരു കാരണമുണ്ട്. അത് കണ്ടെത്താനുള്ള കാരണം ആധുനിക ചികിത്സാ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്, ട്രീറ്റ് ചെയ്ത കോൾഡ് ഒരാഴ്ച കൊണ്ട് മാറുമെന്നും ട്രീറ്റ് ചെയ്യാത്ത കോൾഡ് 7 ദിവസം കൊണ്ട് മാറുമെന്നാണ് മെഡിക്കൽ ബുക്കിലുള്ളത്. അതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. പിന്നെന്താണോ? അതെ, അതുപോലെ തന്നെ നമ്മളുടെ പല അസുഖങ്ങളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞില്ലേ, കുറേ ന്യൂറോ, സ്പെഷ്യലി മസ്കുലർ ന്യൂറോ. അതെ, അപ്പൊ അതില് ഫ്രോസൺ ഷോൾഡർ പലർക്കും വരുന്നതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ചികിത്സ? ഫ്രോസൺ ഷോൾഡർ വരുന്നതിന്റെ കാരണം നമ്മുടെ ശരീരത്തിലെ ജോയിന്റുകൾക്ക് മൂവ്മെന്റ് കൊടുക്കാതെ വരുമ്പോൾ വരുന്നതാണ്. ഷോൾഡറിന് നമ്മൾ വർക്ക് കൊടുക്കാതായി. ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ കൈ ബാക്കിലേക്ക് പോകുന്നത് ഇല്ലാതായി. എല്ലാം ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. ഈ കൈയിന് ബാക്കിലേക്കുള്ള മൂവ്മെന്റ് കുറഞ്ഞപ്പോൾ സ്കാപ്പുല ഉണ്ടല്ലോ ബാക്കിലെ തോൽപ്പലക എന്ന് പറയുന്നത്, അത് അനങ്ങാതായി അവിടെ ഉറച്ചുപോയി. അതിൻ്റെ കൂടെ നമ്മൾ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല. ബാക്ക് മുട്ടിയിട്ട് ആരും ഇരിക്കാറില്ല. ലോവർ ബാക്ക്, അത് രണ്ടും കറക്റ്റ് ചെയ്താൽ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഈ ഒരു എപ്പിസോഡിന്റെ പ്രോബ്ലം ഫോണിൽ കൂടെ അല്ലെങ്കിൽ ലൈവായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ചികിത്സയല്ല. രോഗികളെ നേരിട്ട് കണ്ടാലേ എനിക്ക് ലെവൽ പറയാൻ പറ്റുള്ളൂ. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വരും എന്നുള്ളത് 100% ഉറപ്പുമാണ്. അതുപോലെ അവസാനമാണ് എനിക്ക് ചോദിക്കാനുള്ള, നമ്മൾ പ്രേക്ഷകർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും, ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും സർ ടച്ച് ചെയ്യുന്നത്? ഞാൻ എൻ്റെ പോയിന്റ്സ് മൊത്തം കൈയിൻ്റെ ഈ ഭാഗങ്ങളിലാണ്. ഇത്രയും ഭാഗം കാലിൻ്റെ ആംഗിളിന് താഴെയുള്ള ഭാഗങ്ങളിൽ വളരെ അപൂർവമായിട്ട് ഇത്തരം ഭാഗങ്ങളിൽ തൊടേണ്ടി വരും. ജസ്റ്റ് ഇങ്ങനെ തൊടുന്നതേ ഉള്ളൂ. വലിയ പ്രശ്നമൊന്നുമില്ല, വേദന ഒന്നും ഉണ്ടാവുന്നില്ല. പിന്നെ തൊട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ അനുഭവപ്പെടും. ഇതുകൊണ്ട് ഈ വേദനകളും തരിപ്പുകളും കൂടാതെ ഞാനിപ്പോൾ പുതിയതായി ചെയ്യുന്നത് തടി കുറയ്ക്കുക, ഒബേസിറ്റി കുറയ്ക്കുക. പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അത് കുറയ്ക്കുന്നതിന് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ കൂടുതൽ ആളുകളിൽ നമ്മുടെ ഫ്രണ്ട്സ്, അവരിൽ കണ്ട ഏറ്റവും വലിയ പ്രോബ്ലം കണ്ടത്, രോഗങ്ങൾ വരാനുള്ള കാരണം കണ്ടെത്തിയത് ഫ്ലൂയിഡ് ഇൻടേക്ക് കുറവാണ്. എല്ലാവരും വെള്ളം കുടിക്കുന്നില്ല. ഒരു ദിവസം സാധാരണ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരാൾ 4 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. ഇവിടെ AC ജോലി ചെയ്യുന്നവർ 5 ലിറ്ററിൽ കൂടുതൽ വെള്ളം കുടിക്കണം. വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് പച്ചവെള്ളമല്ല ഉദ്ദേശിച്ചത്, എനി ഫ്ലൂയിഡ്. അതില്ലാത്തതുകൊണ്ട് എന്താണെങ്കിൽ ബ്ലഡിൻ്റെ വോളിയം കുറഞ്ഞുപോയി.
വോളിയം കുറയുമ്പോൾ ഡെൻസിറ്റി കൂടുന്നു. ഡെൻസിറ്റി കൂടുമ്പോൾ സയൻസിൽ പറയുന്ന ഓസ്മോസിസ് പ്രകാരം ബ്ലഡിലുള്ള ഫ്ലൂയിഡ് ടിഷ്യൂലേക്ക് വരുന്നു. അങ്ങനെയാണ് ഈ നീര് വരുന്നത്. അപ്പോൾ വെള്ളം കുടിച്ചാൽ തന്നെ പകുതി രോഗങ്ങൾ മാറി കിട്ടും. അതെ അതെ, അത് സാർ പിന്നെ കുറച്ച് വെയിൽ കൊള്ളുക, അത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ 50% രോഗം മാറും. എൻ്റെ അടുത്ത് വരുമ്പോൾ 80% മാറും, 20% നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. അപ്പം 100% പഴയ പോലെ. അതെ, വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇവിടെ വെള്ളം കുടിക്കുന്നവരെ വളരെ കുറവാണ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോൾ ഇത്ര നേരം ഞാനിപ്പോൾ 1 മണിക്കൂർ ഇവിടെ ഇരുന്നു, AC-ലിരുന്നു, പ്ലസ് ലൈറ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ മിനിമം എനിക്ക് 1 കുപ്പി വെള്ളമെങ്കിലും കുടിക്കണം. അത്രയും ഡീഹൈഡ്രേഷൻ നമുക്ക് ആവുന്നുണ്ട്. എത്ര പേരത് ചെയ്യുന്നുണ്ട്? കാലത്ത് മുതൽ AC റൂമുകളിൽ വർക്ക് ചെയ്യുന്നവർ വെള്ളം കുടിക്കുന്നില്ല. വെള്ളത്തിന്റെ അളവ് നമ്മൾ കഴിക്കുന്നത് ശരിയാണോ എന്നറിയാൻ സ്വയം ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ യൂറിൻ കളറുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ എല്ലാവരുടെയും യൂറിൻ ഒരു ചെറിയ മഞ്ഞ കളറിൽ ഇല്ലായിരിക്കും, കാരണം ഇതില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് വോൾട്ടേജ് ഇല്ലാതെ ഫാനൊക്കെ തിരിയുന്നത് പോലെയാണ് നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നത്. വെള്ളം കുടിക്കുക, യൂറിൻ കളർലെസ് ആകുന്നത് വരെ പകുതി രോഗം അതോടുകൂടി മാറും. ഓക്കെ, അപ്പം സാർ നമ്മളുടെ സമയം ഇവിടെ കഴിയാണ്. വളരെ നന്ദി ഇവിടെ വന്നതിലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിലും ഒക്കെ വളരെ നന്ദി. അതുപോലെ ഈ ഒരു പുതിയ ചികിത്സാ രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ പ്രേക്ഷകരെടുത്ത് പങ്കുവച്ചതിലൊക്കെ വളരെ നന്ദി സാർ. ഓൾറൈറ്റ്, അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ കുറേ കോളേഴ്സ് വിളിച്ച് സാറിൻ്റെ നമ്പർ ചോദിച്ചു. നിങ്ങൾ സ്ക്രീനിൽ അത് കാണാം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഇവിടെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 05082178991. സാർ ഇവിടെ ഡിസംബർ 15 വരെ ഇവിടെ ഉണ്ടാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാറിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നാട്ടിലെ നമ്പർ 9447618920. അതുപോലെ ഇമെയിൽ ID ഉണ്ട് kumarkalathil@gmail.com, kumarkalathil@gmail.com. അപ്പം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഡിസംബർ 18 ഇവിടെ NTV ലൈവ് ഇൻട്രാക്റ്റീവ് ഗസൽ ഷോ, ശ്രീ മുംബൈയുടെ ലൈവ് ഇൻട്രാക്റ്റീവ് ഗസൽ ഷോ, എനിക്ക് തോന്നുന്നു ഹിസ്റ്ററിയിൽ തന്നെ ടെലിവിഷൻ ഹിസ്റ്ററി തന്നെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ഷോ ആയിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോ ആയിരിക്കും. അപ്പം എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക, കാണുക. അപ്പം നാളെ വീണ്ടും പുതിയൊരു ഗസ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. Until then, it's me, Sharon. നന്ദി, നമസ്കാരം.